ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമെ മുടങ്ങാതെ ചോദിച്ചു കാണാറുള്ള ഒരു 8 മാർക്കിന്റെ ചോദ്യമാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമെയും. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ചെറിയ വീഡിയോ ആയിരിക്കും, കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ ലെറ്റർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ജോലി അപേക്ഷിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കത്തും അതിൻ്റെ കൂടെ നമ്മുടെ പേഴ്സണൽ ആയതും നമ്മൾ എവിടെ പഠിച്ചു, നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ സ്കിൽ സെറ്റുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്ന ചെറിയൊരു രൂപരേഖയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റെസ്യൂമേ എന്ന് പറയുന്നത്. നമ്മളെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ എഴുതാൻ വേണ്ടി പോകണം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളോട് കഴിഞ്ഞ വർഷങ്ങളിൽ ഏതോ 2024-23 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മേക്ക് എ ഡിഫറൻസ് ഓർ മാഡ് is a youth-driven organization initiated by 6 passionate friends in Kochi. It helps poor children realize their dreams and break the vicious circle of poverty. You decide to work as a volunteer in this organization. Prepare an application letter with resume expressing your interest in help children and presenting the aspects of the job. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാലല്ലേ, മേക്ക് എ ഡിഫറൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാഡ് എന്ന് പറയുന്നത് കൊച്ചിയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുകയും അവരുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും. ഈ പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്ന ഈ ഒരു വിഷ്യസ് സർക്കിളിനെ ബ്രേക്ക് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മളൊരു ജോലി അപേക്ഷിച്ചുകൊണ്ട് എഴുതുന്ന ഒരു ആപ്ലിക്കേഷൻ ലെറ്ററും ഒരു റെസ്യൂമെ, നമ്മൾ എവിടെയൊക്കെ പഠിച്ചു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സ്കിൽ സെറ്റുകൾ, നമ്മുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്ന ഒരു റെസ്യൂമെയും അങ്ങോട്ട് അയക്കാനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇത് പ്രധാനമായിട്ടും എക്സ്പ്രസിങ് യുവർ ഇൻട്രസ്റ്റ് ഇൻ ഹെൽപ്പിംഗ് ചിൽഡ്രൻ ആൻഡ് പ്രസന്റിങ് ദി ആസ്പെക്ട്സ് ഓഫ് ദി ജോബ്. ഈ ഒരു ജോലിയിൽ പ്രധാനമായിട്ടും ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു താല്പര്യം കൂടെ നമുക്ക് വേണം എന്നുള്ളത് നിങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. സോ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ലെറ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ലൈക്ക് നമ്മളൊരു ഒഫീഷ്യൽ ലെറ്റർ എഴുതുന്ന പോലെ ഒരു ഫ്രം അഡ്രസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. അതിൻ്റെ ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഡേറ്റ് എഴുതാം. ഡേറ്റ് ആ ദിവസം എഴുതാം, ആ ഡേ വേണമെന്നെങ്കിൽ താഴെ എഴുതാം. അതിനുശേഷം ടു അഡ്രസ്സ് എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ മിക്കവാറും HR-നെയാണ് നമ്മൾ ഈ ജോലി അപേക്ഷിക്കുന്നത് മിക്കവാറും HR-നായിരിക്കും. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് നമ്മൾ മിക്കവാറും അയക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് HR ടീം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ HR മാനേജർ എന്ന് കൊടുക്കാം. HR മാനേജർ എന്ന് കൊടുക്കാം. എന്നിട്ട് ഓർഗനൈസേഷൻ്റെ പേര്, ഓർഗനൈസേഷൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ഇനി പ്രധാനമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കത്ത് എഴുതുന്നുള്ളത്. സോ എല്ലായ്പ്പോഴും ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എക്സ്, ഇന്ന ഒരു പോസ്റ്റിലേക്കുള്ള ജോലി അപേക്ഷിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കത്തിൻ്റെ സബ്ജക്റ്റ് വെക്കുക. അതിനുശേഷം സർ ഓർ മാഡം എന്ന് പറഞ്ഞ സല്യൂട്ടേഷൻ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ /മാം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ഐ വിഷ് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ടീച്ചറുടെ ജോബ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മാനേജറുടെ റോൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഹോട്ടലിലുള്ള ഒരു ഷെഫായിട്ടായിരിക്കാം, ഹോട്ടലല്ല, റെസ്റ്റോറൻറ്റിലുള്ള ഒരു ഷെഫിൻ്റെ ആയിരിക്കും. ഇതെന്തോ ആയിക്കോട്ടെ, ആ പൊസിഷൻ എന്താണെന്നാണ് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യട്ടെ. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് റോൾ ആൻഡ് ബിലീവ് മൈ സ്കിൽസ് ആൻഡ് ഡെഡിക്കേഷൻ എന്തിലാണെന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ മാഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്യുന്നത് കുറച്ചുകൂടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റും പാഷനും ഉള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ കൊടുക്കാം. വിൽ സൂട്ട് ദ പൊസിഷൻ വെൽ. I assure you of sincere and responsible work എന്ന് പറയാം. അവസാനം നമ്മളൊരു കോംപ്ലിമെന്ററി ക്ലോസ് എന്ന് വെച്ചാൽ അത് ഒഫീഷ്യൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് വാം റിഗാർഡ്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ താങ്ക് യു എന്ന് കൊടുക്കാം, യോസ് ഫെയ്ത്ത്ഫുള്ളി എന്ന് കൊടുക്കാം. അവസാനം നിങ്ങളുടെ പേര് കൊടുക്കുക. ഇത്രയുള്ള ഒരു ആപ്ലിക്കേഷൻ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ റെസ്യൂമയുടെ ഒരു ഫോർമാറ്റ് ഞാൻ പറയാം. റെസ്യൂമയിൽ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നമ്മളെ കുറിച്ചിട്ടുള്ള ഏറ്റവും പേഴ്സണലായ ഇൻഫർമേഷൻസ് വേണം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ എന്ന് വെച്ചാൽ റിയൽ ആയത് കൊടുക്കുന്നു വേണ്ട കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഫേക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇമെയിൽ കൊടുക്കുക. ഇനി പ്രധാനപ്പെട്ട ഒരു സാധനം ശ്രദ്ധിക്കണേ, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് അപേക്ഷിക്കുന്നത് എന്നുള്ളതാണ് അവിടെ കൊടുക്കുന്നത്. ടു ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് പെർഫോം എഫക്റ്റീവ്ലി ഇൻ ദി അസൈൻഡ് റോൾ. ഇത് ഫോർമാറ്റ് മാത്രമാണ്. ശരിക്കും നമുക്ക് ഒബ്ജക്റ്റീവ് എഴുതേണ്ടി വരുമ്പോൾ അവിടെ എന്താണോ ആ ചോദ്യത്തിൽ തന്നെ കൊടുത്തിട്ടാണ് എന്തൊരു ടൈപ്പ് ഓഫ് ആളെയാണ് അവർ ഉദ്ദേശിക്കുന്നുള്ളത്.
അതാണ് ശരിക്കും നമ്മൾ ഒബ്ജക്റ്റീവായിട്ടും കൊടുക്കേണ്ടത്. എന്ത് ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് എഴുതുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാനുള്ള സ്കില്ലുകളുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷനോ, ടീം വർക്ക്, ലീഡർഷിപ്പ്, ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ്, ലാംഗ്വേജ് അറിയാമെന്നുള്ളത്, അല്ലെങ്കിൽ വേറെ ഡിസൈൻ സ്കിൽസ് നമുക്കറിയാം, എഡിറ്റിങ്ങിൻ്റെ സ്കിൽസ് അറിയാം. എന്താണോ ജോലിക്ക് ആവശ്യമായുള്ള സ്കില്ലുകൾ അത് അവിടെ എഴുതി വെക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, ഞാൻ ഇവിടെ വരെ പഠിച്ചു, ഡിഗ്രി വരെ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD ആണോ, അത് ഏത് കോളേജിലാണ് പഠിച്ചത്, ഏത് വർഷമാണ് പഠിച്ചത്, നമ്മുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത്, ഇന്റേൺ ആയിട്ട് ഞാൻ എവിടേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ റോളുകൾ എന്താണ്, ഏറ്റവും അവസാനം എൻ്റെ താല്പര്യങ്ങൾ എന്താണ്, എൻ്റെ ഇൻട്രസ്റ്റുകൾ എന്താണെന്നുള്ളത് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസ്യൂമയുടെ കംപ്ലീറ്റ് കാര്യങ്ങളുമായി. നമുക്ക് നോക്കാം. ഞാനിവിടെ ഫ്രം അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേര്, എൻ്റെ അഡ്രസ്സ്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ടു എന്ന് പറയുന്നിടത്ത് ഞാൻ ദ കോർഡിനേറ്റർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ HR മാനേജർ എന്ന് കൊടുക്കാം. HR മാനേജർ എന്ന് കൊടുക്കാം. മേക്ക് എ ഡിഫറൻസ് ആണ് കമ്പനിയുടെ പേര്, കൊച്ചിയിലാണ് ആ സ്ഥലം. ഇനി സബ്ജക്റ്റ് ഞാൻ അവിടെ കൊടുത്തു, ആപ്ലിക്കേഷൻ ഫോർ വോളണ്ടിയറിംഗ് പൊസിഷൻ, ആ ഒരു പൊസിഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഇത് എന്നുള്ളത് കൊടുത്തു. ഇനി സർ, മാഡം, ഓർ റെസ്പെക്റ്റഡ് സർ ഓർ / മാഡം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. I wish to apply for the position of volunteer in your organization. I'm interested in supporting underprivileged children. അതുകൊണ്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്, കാരണം അതെൻ്റെ താല്പര്യമാണ്. ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദർ അക്കാഡമിക് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്, അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിലൊരു ഭാഗമാകണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഇങ്ങനെ ഒരു കത്ത് എഴുതുന്നത്. I assure you of sincere and responsible work in all duties assigned to me. എന്നെ ഏൽപ്പിച്ച എല്ലാ പണിയും വൃത്തിക്കും വെടിപ്പിനും ഞാൻ ചെയ്യുന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്നു. എന്നിട്ട് കോംപ്ലിമെന്ററി ക്ലോസ്, യോസ് ഫെയ്ത്ത്ഫുള്ളി എന്ന് കൊടുക്കാം, താങ്ക് യു എന്ന് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാം റിഗാർഡ്സ് എന്ന് കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മുടെ പേരും കൊടുക്കുക. എൻ്റെ പേര് നെയ്യും മാലിക് എന്നുള്ളതാണ്, ഞാനൊരു മോഡൽ കാണിച്ചതേ ഉള്ളൂ. ഇനി റെസ്യൂമേയിൽ നിങ്ങളുടെ പേര് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, ഫോൺ നമ്പർ, ഇമെയിൽ ID. ഒബ്ജക്റ്റീവ് ശ്രദ്ധിക്കണം. ഇവിടെ ഒബ്ജക്റ്റീവ് എന്താ കൊടുക്കുക? ടു വോളണ്ടിയർ അറ്റ് MAD ടു സപ്പോർട്ട് ചിൽഡ്രൻ ത്രൂ ഗൈഡൻസ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ്. അവരെ ഗൈഡ് ചെയ്തുകൊണ്ടും അവരെ നയിച്ചുകൊണ്ടും അവർക്ക് ഒരുപാട് ലേണിംഗ് ആക്ടിവിറ്റീസ് ഒരുക്കിക്കൊണ്ടും അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനിൽ വോളണ്ടിയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇവിടെ സ്കില്ലായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, ലീഡർഷിപ്പ്, മെന്ററിങ്, ടീച്ചിങ് കൊടുക്കാം, ലാംഗ്വേജുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസൈൻ സ്കിൽസ് കൊടുക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാം. എഡ്യൂക്കേഷൻ ആയിട്ടല്ലേ, നിങ്ങളുടെ കേസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് +2 വരെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് PG പറയാം, എനിക്ക് ഡിഗ്രി ഞാൻ ഇന്ന കോളേജിലാണ് പഠിച്ചെന്ന് പറയാം, സ്കൂൾ എവിടെയാണ് പഠിച്ചതെന്ന് പറയാം, ഏത് വർഷമാണെന്നുള്ളത് പറയാം. ഇനി എക്സ്പീരിയൻസ് ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷർ ആണെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 എക്സ്പീരിയൻസുകൾ കൊടുക്കാം. ഞാൻ ഇന്ന കമ്പനികളൊക്കെ XYZ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം എൻ്റെ ഇൻട്രസ്റ്റുകൾ എന്താണ്, ടീച്ചിങ്, സോഷ്യൽ വർക്ക്, യൂത്ത് ആക്ടിവിറ്റീസ് ഒക്കെയാണ് എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും എഴുതിയാലല്ലേ നിങ്ങൾക്ക് ഒരു 8 മാർക്ക് അടിച്ചെടുക്കാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനി നിങ്ങൾ തെറ്റിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. ആവശ്യക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ ഇതുപോലൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.